ജാസ്മിൻ്റെ ഫാമിലി ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതോടെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബിഗ് ബോക്സിൽ ജാസ്മിൻ്റെ ഫാമിലിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്തു എന്നാണ് പലരും പറയുന്നത്. അതിന് തെറ്റു പറയാൻ പറ്റില്ല. ഈ സീസണിൽ ഇതിൻ്റെ പ്രധാന കാരണം ജാസ്മിൻ്റെ ഫാമിലിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്തു എന്നാണ്. നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. തീർച്ചയായും അങ്ങനെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ട് എങ്കിലും അതിൽ തെറ്റു പറയാൻ കഴിയില്ല. സീസണിൽ ഏറ്റവും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ജാസ്മിൻ്റെ പേരിൽ നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാസ്മിൻ്റെ ഫാമിലിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ചെയ്യാനുമുണ്ട്. അതെല്ലാം കണ്ടന്റാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ജാസ്മിൻ്റെ ഫാമിലിക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തെറ്റു പറയാൻ പറ്റുകയില്ല. ഒരു പ്രോഗ്രാമാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. അല്ലാതെ കലോത്സവം പോലെ കാണേണ്ട ഒരു പ്രോഗ്രാം അല്ലല്ലോ. ഇതിന്ന് അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിഗ് ബോസ് എന്ന ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയത്. ഒക്കെ ആവശ്യമായ കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നവർക്ക് കൂടുതൽ സ്പേസ് കിട്ടും. അതിന് നമുക്ക് പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനൊന്നും പാടില്ല. പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ജാസ്മിനും അഫ്സലും ചേർന്നിട്ടുള്ളവരും കൂടി ചേർന്ന് ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ടോ? ബോസിനെ പോലും കബളിപ്പിക്കുന്ന ഒരു പ്ലാനിങ്. ഇതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാം സാധ്യതകളാണ്. ഒന്നിനും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. ജാസ്മിനും വാപ്പയും ഉമ്മയും വന്നിട്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സ്വന്തം മകളെ ആരും ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും അവരുടെ മകളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാനും തെറ്റുകൾ തിരുത്തി കൊടുക്കാനും അല്ലേ അവർ ശ്രമിക്കുക. ഏത് പേരൻസ് ആകുമ്പോഴും മക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും മക്കളെ തന്നെയല്ലേ സപ്പോർട്ട് ചെയ്ത് പറയാം. ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും വന്നിട്ട് എന്തായാലും ജാസ്മിനെ മോശമാക്കാൻ ശ്രമിക്കൂലല്ലോ. ഒരിക്കലും അങ്ങനെയില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തായാലും ഇങ്ങനെ ചെയ്യില്ല. ഇതൊരു പ്ലാനിങ് ആണോ? അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ അഫ്സലാണ് ജാസ്മിൻ്റെ ഫാമിലിനെ എയർപോർട്ടിൽ കൊണ്ടുവന്നു വിട്ടത്. അതിലൊരു സ്റ്റോറി ഇട്ടിരുന്നു ജാസ്മിനായിട്ട് ഇനി ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ജാസ്മിൻ തന്നെ റസ്മിനോട് പറയുന്നതും ആ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തതും ഒരു വിവാദം പിന്നെ ബിഗ് ബോസിൽ ഉണ്ടാവുന്നത്. ജാസ്മിൻ്റെ വാപ്പ തന്നെ പറയുന്നുണ്ട്, നീ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ ആരൊക്കെ ഉണ്ട്, അവരൊക്കെ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ ജാസ്മിൻ്റെ വാപ്പ ജാസ്മിനോട് പറയുന്നുണ്ട്. ഇതിലും ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആശ്വസിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെന്ന് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും പോയതിന് ശേഷമാണ് ജാസ്മിൻ റസ്മിനോട് പറയുന്നത് അഫ്സലാണ് വാപ്പനെയും ഉമ്മനെയും എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് എന്ന്. അപ്പോൾ ചിലപ്പോൾ ഇത് പ്ലാൻഡ് ആയിരിക്കാം. ചിലപ്പോൾ ഷോയുടെ ഭാഗമായതുകൊണ്ട് അഫ്സൽ ജാസ്മിനോടുള്ള തെറ്റുകളൊക്കെ പൊറുക്കാൻ തയ്യാറായതാകാം. അവരുടെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് നമുക്കിത് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ഷോയുടെ ഭാഗമായതുകൊണ്ട് ഇത് സംസാരിക്കുക എന്നതുള്ളൂ. കാര്യം എനിക്കറിയാവുന്നത് ഇൻ്റർവ്യൂ കണ്ടും അല്ലാതെ ഇതനുസരിച്ചിട്ടാണെങ്കിൽ ജാസ്മിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മോതിരം മാറ്റമല്ല, ഉറപ്പിക്കൽ തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഒരു ഉറപ്പിക്കൽ കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസിൽ വന്നത്. ാണ് ബിഗ് ബോസിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ജാസ്മിന് ചെയ്തു കൊടുത്തത്. പുറത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അഫ്സലാണ്. എങ്കിൽ പുറത്തിറങ്ങിയിട്ട് എന്തായാലും വിവാഹം എന്ന ഇതിലായിരിക്കും ജാസ്മിൻ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഗബ്രി പുറത്ത് ഇറങ്ങിയപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടാവാം. ഗെയിമിൻ്റെ ഭാഗമാണെന്ന് ഗബ്രി ചിലപ്പോൾ ജാസ്മിൻ്റെ ഫാമിലിനോട് സംസാരിക്കാം. എല്ലാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ജാസ്മിനും ഗബ്രിയും വേണമെങ്കിൽ ഒരു കോംബോ ട്രാക്ക് വേണമെങ്കിൽ പിടിച്ചതായിരിക്കാം. അതൊന്നും നമുക്കറിയില്ല. ജാസ്മിനും അഫ്സലും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർ വിവാഹം കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ, അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. അവരുടെ പേഴ്സണൽ കാര്യമാണ്, അതൊരു പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് ആരും കുറ്റം പറയാനും വിമർശിക്കാനൊന്നും പാടില്ല. അവരുടെ ലൈഫാണ്, അവരുടെ ചോയ്സാണ്. നമ്മളാരും കുറ്റം പറയാനും വിമർശിക്കാനും നമ്മളാരുമല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ബിഗ് ബോസുമായിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. കൂടുതൽ വീഡിയോസുമായി കാണാം.